അങ്ങ് ഗാസയിലും ഹമാസിനെ വരച്ച് വരയിൽ നിർത്താൻ ഇവിടെ ഇന്ത്യക്കാരന്റെ ബുദ്ധി തന്നെ വേണം. അതെ, ജൂതപ്പടയ്ക്ക് കരുത്തു പകരാനായി പയറ്റുന്ന ഇന്ത്യൻ ബുദ്ധി നിസ്സാരമല്ല. അതിമാരകമായ ഈ AI തന്ത്രത്തെ ഇസ്രയേലികൾ സ്വന്തമാക്കിയതിന് പിന്നിലെ കാരണം എന്താകും? ഇന്നും സാങ്കേതിക മികവ് കൊണ്ടും കരുത്തുകൊണ്ടും ലോകത്തെ ഞെട്ടിക്കുന്ന ഇസ്രയേലികൾ ഇന്ന് ഇന്ത്യയെ ആശ്രയിക്കുന്നത് നിസ്സാര കാര്യമല്ലല്ലോ. എന്തായാലും ഇന്ന് ഇന്ത്യൻ കരുത്ത് തന്നെയാണ് ജൂതപ്പടയുടെ ധൈര്യം എന്ന് സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ജൂതപ്പടയുടെ ധൈര്യമായ ആർബലിനെ കുറിച്ചാണ്. ഗാസയിൽ ഹമാസിനെതിരെ പോരാടാൻ ഇസ്രയേൽ സൈന്യം ഉപയോഗിക്കുന്ന തോക്കുകൾക്ക് ഇന്ത്യൻ ബന്ധം എന്ന വാർത്ത വന്നതോടുകൂടി ലോകം വീണ്ടും അമ്പരന്നിരിക്കുകയാണ്. കാരണം ജൂതന്റെ ബുദ്ധി എന്നും ലോകത്തെ ഒരു ചർച്ചാ വിഷയമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവർ അവരുടെ കരുത്ത് ലോകത്തിന് മുമ്പിൽ തെളിയിച്ച് കഴിഞ്ഞതാണ്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഇന്ത്യൻ ബുദ്ധി സാക്ഷാൽ ഇസ്രയേലികളെ തന്നെ ഞെട്ടിക്കുന്നത്. അതായത് ഇസ്രയേൽ സൈന്യത്തിന്റെ മെഷീൻ ഗണ്ണുകൾ, അസോൾട്ട് റൈഫിളുകൾ എന്നിവയുടെ കൃത്യതയും പ്രഹരശേഷിയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയിലാണ് ഇന്ത്യൻ ബന്ധമുള്ളത്. അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് എന്ന സ്വകാര്യ പ്രതിരോധ കമ്പനിയും ഇസ്രയേൽ വെപ്പൺ ഇൻഡസ്ട്രീസും സംയുക്തമായി വികസിപ്പിച്ച ആർബൽ എന്ന സംവിധാനമാണ് ഇസ്രയേൽ സൈന്യം ഉപയോഗിക്കുന്നത്. ആർബൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ തോക്കുകളുടെ ഉപയോഗത്തിൽ കൃത്യതയും നശീകരണ ശേഷിയും വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ഇസ്രയേൽ സൈന്യത്തിന്റെ ആയുധത്തിലെ ഇന്ത്യൻ ബന്ധത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് മിഡിൽ ഈസ്റ്റ് ഐ എന്ന മാധ്യമമാണ്. ഇസ്രയേൽ വികസിപ്പിച്ച ടാവർ, കാമൽ, നാഗേവ് തുടങ്ങിയ തോക്കുകളിലാണ് ആർബൽ ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനപ്പെടുത്തിയ പ്രത്യേകം അൽഗരിതമാണ് ആർബലിലുള്ളത്. ഇത് തോക്ക് ഉപയോഗിക്കുന്നത് സൈനികർക്ക് ആയാസരഹിതമാക്കി മാറ്റി. എത്ര പ്രതികൂല സാഹചര്യത്തിലും ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നിറയൊഴിക്കാനുള്ള സാധ്യതകൾ കണക്കുകൂട്ടി തോക്ക് ഉപയോഗിക്കുന്ന ആൾക്ക് ഇത് നൽകും. ഇതുവഴി കൃത്യമായ ലക്ഷ്യം കണ്ടെത്താൻ സൈനികർക്ക് കഴിയുന്നത് എളുപ്പമാക്കി മാറ്റുന്നുമുണ്ട്. 2022 അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് എന്ന കമ്പനിയും ഇസ്രയേൽ വെപ്പൺ ഇൻഡസ്ട്രീസിന്റെയും സംയുക്ത സംരംഭത്തിന്റെ പ്രഖ്യാപനം തുടങ്ങുന്നത്. ആർബൽ സംവിധാനത്തെപ്പറ്റി അന്ന് മാധ്യമത്തിൽ വാർത്തകൾ ഒരുപാട് പ്രചരിച്ചിരുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് ആയുധ സംവിധാനമാണ് ആർബൽ. ആയുധങ്ങളുടെ ആയാസരഹിതമായ ഉപയോഗം, കൃത്യത, സൈനികരുടെ അതിജീവനം എന്നീ കാര്യങ്ങൾ 3 മടങ്ങായി വർദ്ധിപ്പിക്കാൻ ഇതുവഴി സാധിക്കുന്നുണ്ടെന്നാണ് ഇസ്രയേൽ പറയുന്നത്. റീചാർജ് ചെയ്യാവുന്നതും മാറ്റി ഇടാനാകുന്നതുമായ ബാറ്ററിയിലാണ് ആർബൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ ഒരു കൺട്രോൾ യൂണിറ്റ്, മോഷൻ, ട്രിഗർ സെൻസറുകൾ എന്നിവയൊക്കെ ഉണ്ടാകും. മൈക്രോ പ്രോസസ്സറാണ് ഇതിന്റെ പ്രവർത്തനം നിർണ്ണയിക്കുന്നത്. ഇസ്രയേലിന്റെ പക്കലുള്ള ഏത് യന്ത്ര തോക്കുകളിലും ഇത് ഉപയോഗിക്കാനുമാകും. പ്രതികൂല സാഹചര്യത്തിലും ലക്ഷ്യത്തിലേക്ക് കൃത്യമായി നിറയൊഴിക്കാനുള്ള സഹായം സൈനികർക്ക് ലഭിക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് ആയുധം ഉപയോഗിച്ചാലും കൃത്യത ഒട്ടും കുറയില്ല. ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കുകയും ചെയ്യാം. ഏത് തരത്തിലുള്ള യുദ്ധ സാഹചര്യത്തിലും ഫലപ്രദവുമാണ്. തുടങ്ങിയവയ്ക്കാണ് ആർബലിനെ വ്യത്യസ്തമാക്കുന്നത്. ആയുധ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗത്തിൽ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം കൂടിയാണ് ആർബൽ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ജൂതപ്പടയ്ക്ക് കരുത്ത് പകരുന്ന ഈ ആർബലിനെ ഒന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. എന്താണ് ആർബൽ? അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസും ഇസ്രയേൽ വെപ്പൺ ഇൻഡസ്ട്രീസും ചേർന്ന് വികസിപ്പിച്ച ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ആയുധ സംവിധാനമാണ് ആർബൽ എന്ന് പറയുന്നത്. മെഷീൻ ഗണ്ണുകളും ആക്രമണ റൈഫിളുകളും കമ്പ്യൂട്ടറൈസ്ഡ് കില്ലിംഗ് മെഷീനുകളാക്കി മാറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എത്ര പ്രതികൂല സാഹചര്യത്തിലും ലക്ഷ്യത്തിലേക്ക് കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ ആർബലിന് സഹായിക്കും. ആർബലിൻ്റെ പ്രത്യേകതകൾ വിലയിരുത്തുമ്പോൾ കൃത്യത, AI സാങ്കേതിക വിദ്യയിലൂടെ ലക്ഷ്യം തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങളിൽ അടുത്തിടെ ഉണ്ടാക്കിയ മാറ്റം മൂലം ആക്രമണ തോത് വർദ്ധിച്ചിട്ടുണ്ട്. ലളിതമായ ഉപയോഗമാണ് അടുത്ത പ്രത്യേകത. അതായത് ഇസ്രയേൽ ആയുധങ്ങളായ ടാവർ, കാമൽ, നിഗേവ് എന്നീ വളരെ ആയാസരഹിതമായി ഉപയോഗിക്കാൻ ഇതുവഴി സാധിക്കും. സൈനികരുടെ സുരക്ഷയാണ് അടുത്ത കാരണം. സൈനികരുടെ അതിജീവനം ഉറപ്പാക്കുക എന്നതാണ് ആർബലിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. അടുത്തത് പ്രവർത്തനമാണ്. റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബാറ്ററിയിലാണ് ആർബലിൻ്റെ പ്രവർത്തനമുള്ളത്. ട്രിഗർ സെൻസറുകളും കൺട്രോൾ യൂണിറ്റും ആർബലിൻ്റെ ഭാഗമാണ്. പേരിന് പിന്നിൽ എന്താണെന്നാൽ ഫലസ്തീൻ പിടിച്ചെടുത്ത് നശിപ്പിച്ച ആർബൽ എന്ന ജൂത ഗ്രാമത്തിൻ്റെ പേരാണ് ഈ AI സിസ്റ്റത്തിന് നൽകിയിട്ടുള്ളത്. ബൈബിളിൽ പരാമർശമുള്ള ഗ്രാമമാണിത്. അതുപോലെ തന്നെ ഇന്ത്യയും ഇതേ സംവിധാനം ഉപയോഗിക്കാനുള്ള ആലോചനയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇസ്രയേലിൽ വെടിനിർത്തൽ കരാർ വന്നിരിക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴത്തെ ഹിസ്ബുള്ള ഭീകരർ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടി നൽകുമെന്ന പ്രഖ്യാപനവുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ സൈനിക മേധാവികൾക്ക് വ്യക്തമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തീവ്രവാദ സംഘടനകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഇരട്ടി ശക്തിയായിട്ടായിരിക്കും ആഞ്ഞടിക്കുക എന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപനം പുറത്തു വന്നതോടെ
ഹൈഫ മേഖലയിൽ ഇസ്രയേൽ സൈന്യം നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുമുണ്ട്. നേരത്തെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആളുകൾ കൂട്ടം കൂടുന്നത് നിയന്ത്രണങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിയന്ത്രണങ്ങളൊന്നും നീക്കം ചെയ്തിട്ടുമില്ല. മേഖലയിലെ സ്കൂളുകളും അടച്ചിട്ടിരിക്കുകയാണ്. ഗോലാൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ സൈന്യം പരിശോധന തുടരുകയുമാണ്. പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ മാത്രമേ ഇവിടെ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുകയുള്ളൂ. അതിനിടെ കഴിഞ്ഞ ദിവസം ലെബനനിലെ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രയേൽ സൈന്യം ഹിസ്ബുള്ള ഭീകരർക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് സൈന്യം ആക്രമണം നടത്തിയത്. കരാർ നിലവിൽ വന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ നടത്തുന്നത്. ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലൈവി കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ ഇസ്രയേലിന്റെ നയം വ്യക്തമാക്കിയിരുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമിക്കാനാണ് ഹിസ്ബുള്ള ശ്രമിക്കുന്നതെങ്കിൽ തിരിച്ചടി തീ കൊണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വടക്കൻ അതിർത്തിയിൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വീട് വിട്ടുപോയവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കാനാണ് ഇസ്രയേൽ എന്ത് തന്നെയായാലും മുൻഗണന നൽകുന്നതെന്നും ഹലൈവി വെളിപ്പെടുത്തിയിരുന്നു. ഹിസ്ബുള്ളയുടെ നേതൃനിരയെ തന്നെ മുഴുവനാക്കി ഇല്ലാതാക്കാനും അവരുടെ ആയുധശേഷി പൂർണ്ണമായി നശിപ്പിക്കുന്നതിനുമുള്ള ചെയ്തതിനു ശേഷമുള്ള ശക്തമായ ചുവടുവയ്പ്പാണ് ഇപ്പോൾ ഇസ്രയേൽ സൈന്യം നടത്തുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ ആദ്യ ദിനം മുതൽ തന്നെ ഇസ്രയേൽ നടപ്പിലാക്കിയതായും ഹലൈവി അവകാശപ്പെട്ടു. കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഉപദേഷ്ടാക്കളുമായി ഇനി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് വിശദമായി ചർച്ചയും നടത്തിയിരുന്നു. ഹമാസിനെ സഹായിക്കാൻ ഇപ്പോൾ ഇറാനോ ഹിസ്ബുള്ളയോ ഇല്ല എന്ന കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. തെക്കൻ ലെബനനിലാണ് ഇസ്രയേൽ അധിനിവേശ സൈന്യം ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് കേന്ദ്രം എന്നാരോപിച്ചാണ് യുദ്ധവിമാനം ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. 60 ദിവസത്തേക്കാണ് വെടിനിർത്തൽ കരാർ. ഇതോടെ തെക്കൻ ലെബനനിൽ കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടക്കം ആരംഭിച്ചിട്ടുമുണ്ട്. ഇസ്രയേൽ സൈനിക പിന്മാറ്റവും തുടങ്ങി. ബൈറൂത്തിലും ലെബനന്റെ മറ്റ് ഭാഗങ്ങളിലും സമീപ നാളുകളിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ നടത്തിയ രാത്രിയായിരുന്നു ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തലിന് അംഗീകാരം നൽകിയത്. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുതെന്നും ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുതെന്നും അടക്കം ഉപാധികളോടെയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ലെബനൻ ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് 28 കിലോമീറ്റർ അകലെ ഒഴുകുന്ന ലിറ്റാനി പുഴയുടെ വടക്ക് ഭാഗത്തുള്ള ഹിസ്ബുള്ള പോരാളികൾ പിൻവാങ്ങണമെന്നും ഉപാധിയുണ്ട്. പകരം അതിർത്തിയിൽ 5000 ലെബനൻ സൈനികരെ വിന്യസിക്കണം. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഹമാസിനെതിരെ തുറന്നടിച്ച് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. ബന്ദികളെ ഏതാനും നാളുകൾക്കുള്ളിൽ വിട്ടയച്ചിട്ടില്ലെങ്കിൽ ട്രംപ് അധികാരത്തിലേറുന്നത് അന്ന് തന്നെ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഇസ്രയേലിലെ താൽക്കാലിക വെടിനിർത്തൽ അതിർത്തിയിലെ ഹിസ്ബുള്ള പോരാളികൾ പിന്മാറുന്നതിനൊപ്പം സംഘടനയുടെ എല്ലാ സൈനിക സംവിധാനങ്ങളും തകർത്ത് പകരം ലെബനൻ സൈന്യത്തിലാക്കാനും വ്യവസ്ഥയുണ്ട്. ഇതിന് US-ഉം ഫ്രാൻസും മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. എന്തായാലും കരാർ ഹിസ്ബുള്ളകൾക്ക് ചുട്ട അടിയാണ് നൽകിയത്. എല്ലാം പോയി, 14 തലവന്മാരെയും പോയി, സ്വാധീനവും പോയ അവസ്ഥയിൽ നാണം കെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ളകൾ. പ്രേക്ഷകരിലേക്ക് വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ എത്തിക്കുന്നതിന് മുമ്പേ കരാർ ലംഘിച്ചാൽ എന്തും സംഭവിക്കും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെ സഖ്യകക്ഷികളുടെ പിന്തുണയുമുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തലിൽ ചെറുവിരൽ അനക്കം സഹായം പോലും UN ചെയ്തിട്ടില്ല എന്നതും നോക്കണം. പോരാത്തതിന് തെക്കൻ ലെബനനും ഇസ്രായേൽ അതിർത്തിയിലെ ലെബനൻ ഗ്രാമങ്ങളും ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ കയ്യിലാണുള്ളത്. ഇങ്ങോട്ട് ആളുകൾ അടുക്കരുതെന്നും സൈന്യത്തിനെതിരെയുള്ള നീക്കമായി കണ്ട് വെടി ഉതിർക്കുമെന്നും ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ലെബനനിൽ നിന്നും എന്നായിരിക്കും ഇസ്രായേൽ ഇറങ്ങുക എന്നും വ്യക്തമായിട്ടില്ല. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.